അന്ന് മർദ്ദനമേറ്റ ഇപ്പോഴത്തെ ആലപ്പുഴ നിയുക്ത MLA എ.ഡി. തോമസും അജയ് ജുവൽ കുര്യാക്കോസും ചേരുന്നുണ്ട്. അലിജോ തുടരും. 2023 നവകേരള സദസ്സ് ആരും മറക്കാനിടയില്ല. എന്നാൽ അത് വളരെ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് പല KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും അന്ന് സമ്മാനിച്ചത്. ആലപ്പുഴയിൽ അന്നുണ്ടായ സംഭവങ്ങൾ ഈ പലരെയും യൂത്ത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള പലരെയും ഒക്കെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് ആ മർദ്ദനമേറ്റതിൽ പ്രധാനപ്പെട്ട ഒരാൾ കാലത്തിൻ്റെ കാവ്യനീതി എന്നോണം ഇന്ന് ആലപ്പുഴയുടെ MLA ആയിരിക്കുകയാണ്. MLA ആയിരുന്നതിനേക്കാളും വളരെ സന്തോഷം. ആദ്യ മന്ത്രിസഭയിൽ തന്നെ VD സതീശൻ പലപ്പോഴും പറഞ്ഞിരുന്നു ഒന്നും മറക്കില്ല എന്ന്. മറക്കാതെ ആ തീരുമാനം എടുത്തിരിക്കുകയാണ്. തീർച്ചയായും അതിൽ ഞങ്ങൾ രണ്ടുപേർക്കും വലിയ സന്തോഷമുണ്ട്. ഇതൊരു കേവലമായ ഒരു രാഷ്ട്രീയ പകപോക്കിലോ ഒന്നുമല്ല. ഇതൊരു നമ്മുടെ നാട്ടിൽ അഭിപ്രായം പറയുവാനും പ്രതിഷേധിക്കുവാനും പ്രതിഷേധത്തിൻ്റെ ശബ്ദമുയർത്തുവാനും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുവാനും എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശത്തെ ലാത്തി കൊണ്ടോ ചെടിച്ചട്ടി കൊണ്ടോ തല്ലി ഒതുക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഇത് കേരളമാണെന്നും ജനാധിപത്യ രാജ്യമാണെന്നുമുള്ള ഒരു ബോധ്യം മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്കുണ്ടാകുന്ന ഒരു തരത്തിൽ തീരുമാനമാണ് UDF സർക്കാർ മണിക്കൂറുകൾക്കുള്ളിൽ എടുത്തിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമുണ്ട്. ഏറ്റവും ക്രൂരമായ മർദ്ദനം ഒന്ന് ബ്ലർ ചെയ്യാതെ ആളുകൾക്ക് കാണാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. ഒരു ശാരീരിക ബുദ്ധിമുട്ടെന്നുള്ളതിനേക്കാളും മാനസികമായ പ്രശ്നങ്ങൾ അതിലല്പമെങ്കിലും ആശ്വാസമുണ്ടെങ്കിൽ ഒരു തീരുമാനം വന്നു. തീർച്ചയായും ഞങ്ങൾക്കുണ്ടായ ശാരീരികമായ വേദനകൾ, ശാരീരികമായ പ്രതിസന്ധികൾ, അതിനെയൊക്കെ നമ്മുടെ ചെറുപ്പം കൊണ്ട് നമുക്ക് കടന്നു പോകാം. പക്ഷേ ഞങ്ങളുടെയൊക്കെ മനസ്സിലേറ്റ മുറിവ് ഈ നിയമപരമായ പോരാട്ടങ്ങളുമായി ആഭ്യന്തര വകുപ്പ് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ, പോലീസ് ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ അവരുടെ പരിഹാസം, പുച്ഛം, അങ്ങനെയുള്ള ഒരു മനോഭാവം അതൊക്കെയാണ് ഞങ്ങളെ കൂടുതൽ വേദനിപ്പിച്ചത്. നമ്മുടെ നാടിൻ്റെ ഒരു പോക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ആ ആത്മരോഷത്തിന് ഞങ്ങൾക്കുണ്ടായ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ 10 വർഷക്കാലം മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ്, KSU, യൂത്ത് ലീഗ്, MSF പ്രവർത്തകർ, ഇങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ പോരാട്ടത്തിൻ്റെ ഒരു വലിയ വിജയമായിട്ടാണ് ഞങ്ങൾ നീതി ഇനി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എന്താണ് സംശയം? കേരളത്തിൻ്റെ ഭരണം ഇന്ന് കൈയാളുന്നത് UDF ആണ്. സ്വാഭാവികമായ ഒരു നീതി, സ്വാഭാവിക നീതി ഞങ്ങൾക്ക് ലഭിക്കും. ഞങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കും ലഭിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അന്ന് കൂടെ ഉണ്ടായിരുന്ന മർദ്ദനമേറ്റ അജയ് ജുവൽ കുര്യാക്കോസ് കൂടെ ചേരുകയാണ്. പരാതികൾക്കടുത്ത് കോടതി ഇടപെടലുണ്ടായി, ഒന്നും അനക്കമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊരു അനക്കം വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കോടതികളെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. കോടതി കേസെടുക്കാൻ പറഞ്ഞിട്ട് കേസെടുത്തിട്ട് 7 അന്വേഷണ ഉദ്യോഗസ്ഥർ മാറി ആ കേസ് അന്വേഷിച്ചു. എന്നിട്ട് കൊടുത്തത് റെഫർ ചാർജാണ്. ഇങ്ങനെ തെളിവുകളെ ഇല്ല, ഇങ്ങനെ സംഭവമേ നടന്നിട്ടില്ല, ഇവർക്ക് ഞങ്ങൾ അവരവരുടെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് അവർ സമർപ്പിച്ചത്. സ്വാഭാവികമായും ഞങ്ങൾ അന്നത്തെ വിഷ്വൽ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. ഞങ്ങൾ ആ തെളിവുകളെല്ലാം ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി തുടരന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. കോടതിയിൽ നമ്മൾ പരാതിയായിട്ട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോടതിയിൽ കേസ് എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം പരാതി കൊടുത്തിരുന്നത്. ഞങ്ങൾ മർദ്ദിച്ചു, അതിൻ്റെ പേരിൽ കേസ് എടുക്കണം എന്നുള്ളതും പ്രോപ്പറായ അപ്രോപ്രിയേറ്റ് സെക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കേസ് എടുക്കണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. അതിനുശേഷം റെഫർ ചാർജ് കൊടുത്തപ്പോൾ അങ്ങനെ കേസ് റെഫർ ചെയ്യാൻ പാടില്ല. അതെങ്ങനെ റെഫർ ചെയ്യാൻ പറ്റുന്ന ആ കേസ്? മുഖ്യമന്ത്രി ഇരുന്ന വശത്ത് ഞങ്ങൾ തൊട്ടിട്ടില്ല, അവർ അടിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ അടിച്ചതിൻ്റെ വിഷ്വൽസ് അവർ ഹാജരാക്കണ്ടേ? അങ്ങനെ വിഷ്വൽസ് അവർ ഹാജരാക്കിയിട്ടില്ല. വിഷ്വൽസ് ഹാജരാക്കി എന്ത് പറ്റും? വിഷ്വൽസ് ഹാജരാക്കിയാൽ ഞങ്ങൾ ആ വാഹനവ്യൂഹം കടന്നുപോയ ശേഷം പോലീസ് പിടിച്ച് മാറ്റി നിർത്തിയ ശേഷമാണ് ഈ പറയുന്ന അനിൽകുമാറും ഈ പറയുന്ന സന്ദീപ് അടക്കമുള്ള 3 പേരും വന്നും ഞങ്ങളൊന്ന് മർദ്ദിക്കുന്നത്. ആ പരിക്കിൽ അന്ന് സംഭവിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് 2 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യം. അതിനുശേഷം ഈ അടുത്ത് VD സതീശൻ അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു യുദ്ധം ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വെല്ലുവിളി. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ പോസ്റ്റൊക്കെ ഇട്ടിട്ട് റെഡിയായി നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് മറുപടി. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉത്തരം ഈ അന്വേഷണത്തിലൂടെ ഉണ്ടാകുമോ? ഞങ്ങൾ ഒരിക്കലും കായികമായോ ഒന്നും നേരിടണമെന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഇന്നും പറയുന്ന ഈ പുതിയ SIT രൂപീകരിച്ചപ്പോൾ ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ന്യായമായി ആ കേസിൽ ഒരു നടപടി ഉണ്ടാവണമെന്നുള്ളത് മാത്രമാണ്. പിന്നെ വെട്ടിയത് മഴ മറന്നാലും കൊണ്ടത് മരം മറക്കില്ലല്ലോ. ഞങ്ങളൊന്നും മറന്നിട്ടില്ല. കൃത്യമായി ആ വിഷയത്തിൽ ഏറ്റവും അവസാനം വരെ ഞങ്ങൾ അതിന് മുമ്പോട്ട് പോകുന്നു മാത്രമേ പറയൂ. ഷോക്കിംഗ് ഓർമ്മ തന്നെയാണ് ഇപ്പോഴും അത്. തീർച്ചയായിട്ടും ഷോക്കിംഗ് ഓർമ്മ എന്നല്ല. ഇപ്പോൾ വാഹനത്തിൽ നമ്മൾ വണ്ടി ഓടിക്കാൻ നേരത്ത് കൈവച്ച് സ്റ്റിയറിംഗ് വെക്കുന്ന ഷോൾഡർ ലിഗമെൻറ്റ് പോയേക്കുന്ന സ്വാഭാവികം നമ്മൾ എപ്പോഴും ഓർക്കും അതിനെപ്പറ്റി. ഇദ്ദേഹം കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. തലനീരിറങ്ങും വെച്ചാൽ ഡിസംബർ മാസമായപ്പോൾ തലനീരിറങ്ങും. ഇത് നമ്മൾ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവിക്കുന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഷോക്കിംഗ് ഓർമ്മയായിട്ടെന്ന് പറയേണ്ട കാര്യം മറന്നാലല്ലേ ഓർക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് തന്നെയാണ്. തീർച്ചയായും ഇതൊരു കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഒരു പോരാട്ടം. ആ പോരാട്ടത്തിൻ്റെ ഒരു വിജയമായിട്ടാണ് കാണുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാതൃകാപരമായ ഒരു നടപടി കൂടി വരും. എന്നാലേ ആ ഒരു സന്തോഷം ഞങ്ങളെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ഒരു സന്തോഷം പൂർണ്ണതോതിലെത്താൻ